നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത സഞ്ചാരം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ജീവിതം, നമുക്ക് സ്വായത്തമായ നമ്മുടെ ഭൗതിക ജീവിതം പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ആത്മീയമായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതിഭൗതികതയിൽ നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആത്മീയവും ഭൗതികവുമായ ഒരവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഈ ഭഗവത്ഗീത സഞ്ചാരത്തിനിടയ്ക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏതൊരു രീതിയിലുള്ള സംശയങ്ങൾക്കും ഉത്തരം തരാൻ പര്യാപ്തമാണ് ഭഗവത്ഗീത എന്നതാണ് ഈ ഭഗവത്ഗീത സഞ്ചാരത്തിൽ നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഘടകം. നമുക്കറിയാം, നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ, ഒരുപാട് ആളുകൾ ഈ ഭഗവത്ഗീത സഞ്ചാരത്തിൽ കൂടെ മോക്ഷം നേടിയ ആളുകളാണ്. അതിൽ വളരെയധികം എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ചിന്മയാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജീവിതോർജം മുഴുവൻ ഭഗവത്ഗീത പ്രബോധനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മഹാസമാധിയായ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്തൻ ഇങ്ങനെയാണ് പറയുന്നത്: വരിക വരിക പ്രിയമിത്രമേ, ഞാൻ ഒരു അർജുനന് മാത്രമേ ഗീത പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ലോകത്താകമാനമുള്ള അർജുനന്മാരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അങ്ങ് എൻ്റെ പ്രശംസയ്ക്ക് പാത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വാമികളെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ആലയത്തിലേക്ക് വരവേറ്റിട്ടുണ്ടാകും എന്നാണ് ചിന്മയാനന്ദ സ്വാമികളുടെ ഭക്തനായ ഒരു വ്യക്തി സ്വാമികൾ സമാധിയായ സമയത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചിന്മയാനന്ദ സ്വാമികൾ എത്രമാത്രം ഭഗവത്ഗീതയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉപയോഗിച്ചു എന്നുള്ള സത്യം. ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ജ്ഞാനസാഗരത്തിൻ്റെ തീരത്തിൽ കൂടി നമുക്ക് നടക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അതിൽ പരം ഭാഗ്യം മറ്റൊന്നും തന്നെയില്ല. ഇന്ന് നമ്മൾ ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 40-ാമത്തെ ശ്ലോകമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്ലോകം ഇപ്രകാരമാണ്: കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന, ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണമധർമ്മോപി ഭവ്യദ്യുത എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം ഇങ്ങനെയാണ്: കുലം നശിക്കുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ മുഴുവൻ അധർമ്മം ബാധിക്കുന്നു. അർജുനൻ തൻ്റെ അഭിപ്രായങ്ങൾക്ക് സാധൂകരണം കൊടുക്കുന്നതിനു വേണ്ടി കൂടുതൽ വാക്യങ്ങളെ കൊണ്ട് തൻ്റെ അഭിപ്രായം ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന, കുലം നശിക്കുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങളും നശിക്കുന്നു. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണമധർമ്മോപി ഭവദ്യുത, ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ മുഴുവൻ അധർമ്മം ബാധിക്കുന്നു. ഓരോ കുലത്തിനും ആ കുലത്തിൻ്റെതായ കുലധർമ്മങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ കുലധർമ്മങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മനുഷ്യവംശം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കുലധർമ്മങ്ങളിൽ കൂടി വ്യത്യസ്തങ്ങളായ ധർമ്മ
ഭാഗങ്ങൾ ഉടലെടുക്കുന്നു. ആ ധർമ്മത്തിൻ്റെ നടത്തിപ്പിനു വേണ്ടിയിട്ട് ചില ആചാരമര്യാദകൾ രൂപം കൊള്ളുന്നു. ആ ആചാരമര്യാദകളിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തികൾ ധർമ്മിഷ്ഠന്മാരായി തീരുന്നു. അങ്ങനെ ധർമ്മം വളരുന്നു. ആ ധർമ്മത്തിനനുസരിച്ച് കുലവും നാടും എല്ലാം അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുലം നശിക്കാതെ പോകേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായ ഏറ്റവും ചെറിയ ഘടകമാണ് ഒരു കുലം. ആ കുലത്തിൽ കൂടിയാണ് ധർമ്മ പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ധർമ്മ പ്രവൃത്തികളിൽ കൂടിയാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ രാജ്യം നിലനിന്നു പോരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കുലം നശിക്കുമ്പോൾ അവിടുത്തെ ധർമ്മവും നശിക്കുന്നു, അവിടെ അധർമ്മം വ്യാപിക്കുന്നു. അധർമ്മം വ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ആ നാട് മുഴുവൻ നശിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അർജുനൻ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മൂഢത്വമാണ് അർജുനന്റെ ചോദ്യങ്ങൾ എന്ന് തോന്നുമെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ആ ചോദ്യം വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിൽ അർജുനൻ പുതിയ പുതിയ പദപ്രയോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ പദപ്രയോഗങ്ങളെ വെച്ച് തൻ്റെ അഭിപ്രായങ്ങൾ സ്വാധൂകരിച്ച് ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കൂടി ഉരുത്തിരിയുന്ന സംശയങ്ങൾക്ക് മറുപടിയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധർമ്മ പാതയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. എല്ലാവർക്കും ആ ഗീതാമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.